അന്യായം നിരൂപിക്കുന്നതും പ്രവർത്തിക്കുന്നതും ആത്മീക ജീവിതത്തിന്റെ പരാജയമാണ്. ഈ പുതിയ നിയമത്തിലാകുമ്പോഴും വ്യക്തമായി ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അഭിഷിക്തന്മാരുടെ മേല് സ്തോത്രം ദോഷം നിരൂപിക്കരുത്. അവർക്കെതിരെ ദോഷം ചെയ്യരുത്, ദോഷം പ്രവർത്തിക്കരുത്, ദോഷം സംസാരിക്കരുത്. അത് നമ്മുടെ ജീവിതത്തിന്റെ പരാജയമായിരിക്കും, ആത്മീയ ജീവിതത്തിന്റെ പരാജയമായിരിക്കാം. വ്യക്തമായി മനസ്സിലാക്കണം, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കേണ്ടതും നമ്മുടെ തലമുറകളെ പഠിപ്പിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. അല്ലയോ സ്തോത്രം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ നിലയിൽ നിന്നുകൊണ്ടല്ല, അടുത്തൊരു ജനറേഷൻ ഇവിടെ ശുശ്രൂഷിച്ചാലും അല്ലെ അടുത്തൊരു വ്യക്തി കയറി വന്നാലും ദൈവമക്കൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു ദൂത് ഞാൻ പറയാം. അല്ലയോ സ്തോത്രം, ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട അഭിഷിക്തന്മാരെ അനുസരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് നേരെ ദോഷം നിരൂപിക്കാനും നിങ്ങളുടെ നാവുകളോ നിങ്ങളുടെ കരങ്ങളോ ചലിക്കരുത്. സ്തോത്രം, അത് നമുക്ക് നല്ലതല്ല, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നല്ലതല്ല. നമ്മുടെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കണം ദൈവദാസന്മാരെ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ളത്. നമ്മുടെ തലമുറകൾക്ക് കാണിച്ചു കൊടുക്കണം അവർക്ക് എങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. മത്സരം അല്ലെങ്കിൽ മറ്റുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീക ജീവിതത്തിന് പരാജയമാണ്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അങ്ങനെ തന്നെയാ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവർ കണക്ക് ബോധിക്കപ്പെട്ടാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചേ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീക ജീവിതത്തിൽ പരാജയം സംഭവിക്കരുത്. ദൈവദാസന്മാരെ അഭിഷക്തന്മാർക്ക് നേരെ എഴുന്നേറ്റവരാരും ആത്മീക ജീവിതത്തിൽ ജയിച്ചിട്ടില്ല. സ്തോത്രം, അവരുടെ ജീവിതം പരാജയമാ, അല്ലെങ്കിൽ അവരുടെ തലമുറകൾ പരാജയമാ. എന്നാൽ തലമുറയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം എങ്ങനെ ബഹുമാനിക്കണം, എങ്ങനെ സ്നേഹിക്കണം. അവർക്ക് നേരെ അന്യായം നിരൂപിക്കരുത്. സ്തോത്രം.